നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് ടു ഫിസിക്സിൻ്റെ പരീക്ഷ ഒരു നല്ല ശതമാനം പേർക്കും പഠിച്ചതെല്ലാം പഠിപ്പിച്ചതെല്ലാം വന്നു. നിങ്ങൾ നന്നായിട്ട് എഴുതി. അതിൻ്റെ കൂട്ടത്തിലൊരു ഡബിൾ ലോട്ടറി ഇവിടെ ആയാലോ? അത് നിങ്ങൾ പ്രതീക്ഷേനെക്കാട്ടി ചിലപ്പോൾ അപ്പുറം കിട്ടിയാൽ നല്ല കാര്യമാണ്. കാരണം ഒരു മാർക്ക് പോലും നമ്മുടെ ഒരു ഗ്രേഡ് നിശ്ചയിക്കുന്നെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു മാർക്ക് കിട്ടിയാലോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എൻ്റെ വിശ്വാസം അനുസരിച്ച് ചിലപ്പം നിങ്ങൾക്കൊരു 3 മാർക്ക് ചിലപ്പം എക്സ്ട്രാ കിട്ടാൻ ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ തെറ്റല്ല, ഞാനത് വ്യക്തമായിട്ട് പറയാം. ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇന്നൊക്കെ തന്നെ അധ്യാപകർക്കിടയിൽ അത് ചർച്ചയായിട്ടുണ്ട്. മൊത്തത്തിൽ ഫിസിക്സ് അധ്യാപകർക്കിടയിൽ അതിനകത്തൊരു പ്രശ്നമുണ്ട്. എന്നാലും ഞാൻ ക്വസ്റ്റ്യൻ പറയാം. 25ാമത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വാട്ടർ കൊഹറന്റ് സോഴ്സ്. ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിൽ പറഞ്ഞാണ്. കൊഹറന്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം വേവ് ലെന്ത്, സെയിം ഫേസ് ഒക്കെ ഉള്ള സോഴ്സസിനെയാണ് നമ്മൾ കൊഹറന്റ് സോഴ്സസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വളരെ സിമ്പിളായൊരു പ്രോബ്ലമാണ് ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. കാരണം യങ്സ് ഡബിൾ സ്ലിറ്റിന്റെ ബീറ്റ ഈസ് ഈക്വൽ ടു ഡി ലാംഡ, ക്യാപിറ്റൽ ഡി, ഡി ലാംഡ ബൈ സ്മോൾ ഡി. എന്നത് സ്മോൾ ഡി കണ്ടുപിടിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ അത് ചോദിക്കുന്നത്. 3 മാർക്കാണ്. 3 മാർക്കാണ്. ശ്രദ്ധിച്ച് കേൾക്കുക, നമുക്ക് ആവശ്യമുള്ള കാര്യമാകുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. 3 മാർക്കാണ് ആ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ സിലബസിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ രീതിയിൽ എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ വിട്ട് തന്നേക്കാം. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സർക്കുലർ പ്രകാരം നമുക്ക് ഡിലീറ്റഡ് ടോപ്പിക്സ് ഉണ്ട് അല്ലേ? അതായത് ഈ വട്ടത്തെ ഡിലീറ്റഡ് ടോപ്പിക്കിൽ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അതായത് വേവ് ഒപ്റ്റിക്സിൻ്റെ ഭാഗത്ത് ലൈറ്റ് വേവ്സ് ആൻഡ് യങ്സ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ യങ്സ് ഡബിൾ സ്ലിറ്റ് ആണ്. റീറ്റെയിൻ ദി ഫൈനൽ എക്സ്പ്രഷൻ ഫോർ ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ബട്ട് ഡിലീറ്റ് ദി ഡെറിവേഷൻ. അവിടെ ഉദ്ദേശിക്കുന്നത് റീറ്റെയിൻ ചെയ്യുന്ന പറഞ്ഞാൽ അത് നിലനിർത്തുന്നു. ഏത്? ബ്രൈറ്റിന്റെയും ഡാർക്കിന്റെയും ഫൈനൽ എക്സ്പ്രഷൻ. അതായത് ബീറ്റ ഈക്വൽ ഡി ലാംഡ ബൈ ഡി. നിങ്ങൾക്ക് ESI വട്ടം പഠിക്കാനില്ല, ഡെറിവേഷൻ വേണ്ട, പക്ഷെ ഇക്വേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു പോയിന്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഡിലീറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ഫ്രിഞ്ച് വിഡ്ത്ത്. അതും ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറഞ്ഞാലും ബാൻഡ് വിഡ്ത്ത് ആണ്. അത് ബീറ്റ ഈക്വൽ ടു ഡി ലാംഡ ബൈ ഡി ആണ്. എന്നാൽ ഒരു പക്ഷേ 25A എഴുതിയ കുട്ടികൾക്ക് ഒരു പക്ഷേ ബിക്ക് ചിലപ്പം മാർക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി, മാക്സി പറയുന്ന പോലെ ചാൻസ് വളരെ 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 കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിനകത്തൊരു വ്യക്തത ഇല്ല. ഈ ഡിലീറ്റഡ് ടോപ്പിക്കിനകത്ത് പറഞ്ഞേക്കുന്നതിനകത്തൊരു വ്യക്തതയില്ല. അവർ പറഞ്ഞേക്കുന്നത് ആദ്യം റീറ്റെയിൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, അത് നിലനിർത്താൻ പറയുന്നു. രണ്ടാമത് അവർ തന്നെ പറയുന്നു എക്സ്പ്രഷനും വേണ്ട. ഫ്രിഞ്ച് വിഡ്ത്തിന്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ബാൻഡ് വിഡ്ത്തിന്റെ എക്സ്പ്രഷൻ, അതാണ് ബീറ്റ ഈക്വൽ ഡി ലാംഡ ബൈ ഡി. അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3 മാർക്ക് അല്ലെങ്കിൽ ഒരു മിനിമം 3 മാർക്കിൻ്റെ ക്വസ്റ്റിന് 3 മാർക്കും തരേണ്ടതാണ്. ചിലപ്പോൾ 3 മാർക്ക് കിട്ടിയെങ്കിൽ എന്തായാലും ഒരു മാർക്ക് ഉറപ്പായിട്ടും കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ചില കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്റർ? അടുത്ത ക്വസ്റ്റിന് ഒരു മാർക്ക് ഉണ്ടോ? കപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പിളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് കപ്പാസിറ്റൻസിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ഒരു എർത്ത് കണ്ടക്ടറിന് അടുത്തായിട്ടൊരു കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും ആ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് കൂടും. അതൊക്കെ പ്രിൻസിപ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. പ്രിൻസിപ്പിൾ ഓഫ് എ കണ്ടൻസർ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്റർ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ചിലപ്പോൾ ആ ഒരു മാർക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അധ്യാപകരുടെ, അത് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ചെയ്യും. ഉണ്ടെങ്കിൽ നമുക്കത് പറയാം. പക്ഷേ ഇതിന് സാധ്യത വളരെ കൂടുതലാണ്. അത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. നമുക്ക് ലോട്ടറിയുടെ കൂട്ടത്തിൽ ഡബിൾ ലോട്ടറി കിട്ടിയാലോ, അത് സൂപ്പർ ആകത്തില്ലയോ? നമ്മളെന്തായാലും മാർക്ക് വേണ്ടതെന്നും ഒരു കുഞ്ഞുങ്ങളും പറയത്തില്ലല്ലോ. ഇല്ല. അന്നേരം ഇത് നിങ്ങൾക്കൊരു താക്കീതുണ്ട്. എന്നറിയോ, അടുത്ത പരീക്ഷകൾ മുതൽ നിങ്ങൾ മാത്സ്, കെമിസ്ട്രി മുതൽ എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ്റെ Aയും Bയും എല്ലാ Cയോ Dയോ എല്ലാ ക്വസ്റ്റ്യനും ഞാൻ അത് പ്രത്യേക വീഡിയോ ചെയ്തതാണ്. കണ്ട കുട്ടികൾക്ക് അറിയാം. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് എഴുതിയേക്കണം. ഓക്കെ, എന്നിട്ട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇത് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. എത്ര മാർക്ക് കിട്ടും? മിനിമം 3 മാർക്ക് കിട്ടാൻ നിങ്ങളുള്ള ജ്യോതിഷം പറയുന്ന പോലെ അതിനുള്ള സാധ്യത വളരെ വളരെ കാണുന്നു. ഓക്കെ, ഒരു സാധാ മാഷ് എന്നുള്ള രീതിയിൽ എൻ്റെ വിലയിരുത്തലാണ്. അടുത്ത ദിവസം ബാക്കിയുള്ളവരെല്ലാം ഇവിടെ വളരെ കാര്യമായിട്ട് വിലയിരുത്തട്ടെ. കിടക്കട്ടെ. അന്നേരം മാത്സിൻ്റെ വീഡിയോസൊക്കെ നല്ല കിടുകാച്ചയായിട്ട് വരും. നല്ലപോലെ കണ്ട് തകർത്തോണം, പഠിച്ചോണം, ഫുൾ മാർക്കുമായിട്ട് വന്നേക്കണം കേട്ടോ. അടിപൊളിയായിട്ട്. അന്നേരം ഹാവ് എ നൈസ് ഡേ. ഇന്ന് നല്ല സുഖനിദ്ര. കിടന്നുറങ്ങേണ്ടവർക്ക് കിടന്നുറങ്ങാം, പഠിക്കേണ്ടവർക്ക് പഠിക്കാം. CS നല്ലവർക്ക് പഠിച്ചേ പറ്റൂ. അവർക്ക് അടുത്ത ദിവസം പരീക്ഷയുണ്ട്. അന്നേരം ബൈ ബൈ, നെവർ എവർ ഗിവ് അപ്പ്.